അയോധ്യയിലെ ക്ഷേത്ര സംഭാവന കൊള്ളയിൽ ഉൾപ്പെട്ടവരെ പരസ്യമായി തള്ളി RSS രംഗത്തെത്തിയതോടെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ കടുപ്പിക്കുമെന്ന് ഉറപ്പായി. ആരോപണമുയർന്ന ദിവസങ്ങൾക്കകം പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടക്കം മുതൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ശ്രീരാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ നടപടികളോടുള്ള യോഗിയുടെ വിയോജിപ്പ് ഈ നീക്കങ്ങളിൽ വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രിയുമായി ഏറെ അടുപ്പമുള്ളവരാണ് ട്രസ്റ്റിലുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രാജ്യാന്തര വൈസ് പ്രസിഡന്റായ ചമ്പത് റായ് ആയിരുന്നു ജനറൽ സെക്രട്ടറി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ മുഖ്യ യജമാനന്റെ ചുമതലയുണ്ടായിരുന്നത് ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയായിരുന്നു. ആരോപണ നിഴലിലായി ഇരുവരും ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ചു. അറസ്റ്റിലായിട്ടില്ലെങ്കിലും ഏതു നിമിഷവും അതുണ്ടാകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ തുടർച്ചയാണ് നിലവിലെ സംഭവങ്ങളെന്ന് കരുതുന്നവർ ഏറെയാണ്. ക്ഷേത്രകാര്യങ്ങളിലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും ആദിത്യനാഥിന്റെ അഭിപ്രായങ്ങൾ മാനിക്കാതെയായിരുന്നു പ്രധാനമന്ത്രി നീങ്ങിയിരുന്നത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ട്രസ്റ്റ് രൂപീകരിച്ചതു മുതൽ ഉത്തർപ്രദേശ് സർക്കാരിന് കാര്യമായ പങ്കാളിത്തമുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ നിബ്രേന്ദ്ര മിശ്രയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ചുമതലക്കാരൻ. ക്ഷേത്രത്തിന്റെ നിലവിലെ ഭരണ സംവിധാനങ്ങളും 1000-ലേറെ ജീവനക്കാരുടെ നിയമനങ്ങളും എല്ലാം നടത്തിയതും ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വലിയ നേട്ടമുണ്ടാക്കാൻ BJPയെ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രതീക്ഷിച്ചിരുന്നു. 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രഖ്യാപിച്ച് പ്രചാരണം നയിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായതും അതുകൊണ്ട് തന്നെ. എന്നാൽ കനത്ത തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ നിന്നുണ്ടായത്. 2019-ൽ ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 71-ലും ജയിച്ച BJPക്ക് 2024-ൽ ലഭിച്ചത് 36 സീറ്റുകൾ മാത്രം. അയോധ്യ ഉൾപ്പെടുന്ന സീറ്റും നഷ്ടമായി. യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതാണ് തിരിച്ചടിക്ക് കാരണമെന്ന് അന്ന് തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആരോപണങ്ങൾ ഈ സമയത്ത് പുറത്തുവരുന്നത് ഗുണകരമാവില്ലെന്ന് BJPക്കും സംഘപരിവാറിനും അറിയാം. എന്നിട്ടും നൃപേന്ദ്ര മിശ്ര ഉൾപ്പെടെയുള്ളവർ സംഭാവന കൊള്ളയെക്കുറിച്ച് തുറന്നു പറയാൻ ഈ സമയം തെരഞ്ഞെടുത്തത് യോഗിയെ പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ളവർ ഉൾപ്പെടെ കുറ്റക്കാരെ എല്ലാം പൂട്ടാനാണ് യോഗി മറുനീക്കം നടത്തുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവനകൾ വകമാറ്റി ചിലവഴിച്ചുവെന്ന കേസിൽ ദിവസങ്ങളായി അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് UP സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർന്നതിനു ശേഷം ക്ഷേത്ര ട്രസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരു ട്രസ്റ്റ് അംഗവും രാജിവെക്കുകയും ചെയ്തു. നിലവിൽ രാമക്ഷേത്രത്തിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭാവന എങ്ങനെ പ്രതികൾ കൊള്ളയടിച്ചുവെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്ര സംഭാവനയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നഷ്ടപ്പെട്ടുവെന്നും അന്വേഷണം വേണമെന്നും ആരോപിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് സംഭാവനകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന കാര്യം ആദ്യം പരസ്യമായി രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെയാണ് മുൻ സമാജ്വാദി പാർട്ടി MLA പവൻ പാണ്ഡെ 7 മുതൽ 7.5 കോടി രൂപ വരെ സംഭാവനയിൽ നിന്ന് വകമാറ്റിയിട്ടുണ്ടെന്ന് ആരോപിച്ചത്. ആരോപണങ്ങളും കോലാഹലങ്ങളും വർദ്ധിച്ചതോടെ ജൂൺ 13-ന് യോഗിയുടെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. അന്വേഷണത്തിനിടെ അവിനാശ് ശുക്ല, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രമാശങ്കർ മിശ്ര, സുഭാഷ് ശ്രീവാസ്തവ, രാംശങ്കർ യാദവ്, ടിനു എന്നീ 8 പ്രതികളെയാണ് SIT അറസ്റ്റ് ചെയ്തത്. ജൂൺ 30-ന് എല്ലാവരെയും മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തു. ക്ഷേത്രത്തിൽ നിന്ന് സംഭാവനകൾ മോഷ്ടിച്ച് എങ്ങനെ കടത്താൻ ശ്രമിച്ചു എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ഷേത്ര സമുച്ചയത്തിലെ പണമെണ്ണുന്ന മുറിയുടെ താക്കോലുകൾ ടിന്നു എന്ന രാംശങ്കർ യാദവിന്റെ പക്കലുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകളുടെ ആസൂത്രിത ശ്രമത്തിലൂടെയാണ് ക്ഷേത്രത്തിലെ സംഭാവനകൾ മോഷ്ടിക്കപ്പെട്ടത് എന്നാണ് അവിനാശ് ശുക്ലയുടെ അഭിപ്രായം. ഒരാൾ പണം കൈക്കലാക്കിയ ശേഷം മറ്റുള്ളവർ അയാൾക്ക് ചുറ്റും ഒരു പുകമറ സൃഷ്ടിച്ചു നിൽക്കുമെന്നാണ് വെളിപ്പെടുത്തൽ. CCTV ക്യാമറകൾ എവിടെയൊക്കെയുണ്ട് എന്ന് തങ്ങൾക്കറിയാമായിരുന്നതിനാൽ മോഷ്ടിച്ച സംഭാവനകൾ CCTV നിരീക്ഷണം ഇല്ലാത്ത സ്ഥലത്തുകൂടി കടന്ന് പിന്നീട് ക്ഷേത്ര പരിസരത്തെ ശുചിമുറികളിൽ ഒളിപ്പിക്കാനും കഴിഞ്ഞു. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ നിരീക്ഷണത്തിലാണെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിൽ നിരീക്ഷിച്ചിരുന്നില്ലെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരോടുള്ള അടുപ്പം തങ്ങളെ സംശയത്തിന് ഇടയാക്കിയിരുന്നില്ലെന്നും പ്രതിയായ ശുക്ല വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം നടന്ന കുംഭമേളയ്ക്കിടെയും സംഭാവനകളിൽ വലിയ ഭാഗം വകമാറ്റിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. പ്രതികളുടെ ബാങ്ക് ഇടപാടുകളും സ്വത്തുക്കളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മോഷണം എത്ര നാളായി നടക്കുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ വേറെയും ആളുകൾ ഉണ്ടോ എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. സംഭവത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ സാമ്പത്തിക സ്ഥിതി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര സംഭാവനകൾ എങ്ങനെ ശേഖരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു. ഏകദേശം 40 മുതൽ 50 സംഭാവന പെട്ടികളാണ് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പെട്ടികളിലാണ് ഭക്തർ തങ്ങളുടെ സംഭാവനകൾ നിക്ഷേപിക്കുന്നത്. എന്നാൽ വലുതോ അതിലധികമോ വിലപിടിപ്പുള്ളതോ ആയ
ആഭരണങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവ സംഭാവന നൽകിയ ശേഷം രസീതുകൾ നൽകുന്ന ട്രസ്റ്റിന്റെ ഓഫീസിൽ നേരിട്ട് നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് രാമക്ഷേത്രത്തിലെ സംഭാവനകൾ ശേഖരിക്കുന്ന പ്രക്രിയ വ്യത്യസ്തമാണ്. ക്ഷേത്ര ട്രസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സംഭാവനകൾ എണ്ണാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. കൌണ്ടിംഗ് ടീമിൽ ഒരു SB സ്റ്റാഫ് അംഗം, ഏജൻസിയിലെ ജീവനക്കാർ, ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം 2 തവണയാണ് സംഭാവനകളുടെ എണ്ണൽ നടക്കുക. ഇത് വളരെ നീണ്ട ഒരു പ്രക്രിയയാണ്. സംഭാവന പെട്ടികൾ തുറന്നു കഴിഞ്ഞാൽ പൂട്ടിയ ഇരുമ്പ് പാത്രങ്ങളിലേക്കാണ് പണം മാറ്റുന്നത്. അതിനുശേഷം ഇവ കൌണ്ടിംഗ് ഹാളിലേക്ക് കൊണ്ടുപോകാം. കറൻസി നോട്ടുകൾ, നാണയങ്ങൾ, ആഭരണങ്ങൾ എന്നിവ അവിടെ വെച്ച് ജീവനക്കാർ വേർതിരിച്ചെടുക്കും. തുടർന്ന് ഇനങ്ങൾ വ്യത്യസ്ത ടെല്ലർമാർക്കിടയിൽ വിതരണം ചെയ്യും. അവർ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക കൌണ്ടറുകളിൽ എണ്ണും. പണം എണ്ണിക്കഴിഞ്ഞാൽ ഒരു വാൻ വഴി ബാങ്കിലേക്ക് അയക്കും. ബാങ്കിലെ നടപടിക്രമങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം ക്ഷേത്ര ട്രസ്റ്റിന്റെ സംഭാവന ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കും. ക്രെഡിറ്റ് ചെയ്ത തുകയെക്കുറിച്ച് SBI ട്രസ്റ്റിനെ അറിയിക്കുന്നതിനാൽ ഔദ്യോഗിക രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. മിക്ക ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പ് കുടുംബങ്ങളായിരിക്കും പാരമ്പര്യമായി നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.